കൊല്ലത്ത് വൻ ലഹരിവേട്ട. 15 ലക്ഷത്തിലധികം വിലമതിക്കുന്ന വേദന സംഹാരി ഗുളികയുമായി യുവാവ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി. ഇരുവിപുരം സ്വദേശി ടിൻഡു സേവ്യറാണ് അറസ്റ്റിലായത്. 6200 ഡൈഡോൾ, 20 നെട്രോസപ്പാം എന്നീ വേദനാ സംഹാരി ഗുളികകളുടെ വൻ ശേഖരമാണ് ഇരുവിപുരത്തു നിന്നും എക്സൈസ് സംഘം കണ്ടെത്തിയത്. വൻതോതിൽ ഗുളികകൾ നാട്ടിലെത്തിച്ച് ചില്ലറ കച്ചവടം നടത്തി വരികയായിരുന്നു പ്രതി. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും യുവാക്കളെയും കേന്ദ്രീകരിച്ചായിരുന്നു വിൽപ്പന. ഇയാൾക്ക് ഗുളികകൾ എത്തിച്ചു നൽകുന്ന ആളെക്കുറിച്ചും എക്സൈസ് സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി കൊല്ലം എക്സൈസ് ഇൻസ്പെക്ടർ പി ശങ്കറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി കൊല്ലത്ത് എക്സൈസ് വ്യാപകമായ മയക്കുമരുന്ന് കേസുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊല്ലം റേഞ്ച് ഇൻസ്പെക്ടർ പി ശങ്കറിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇരവിപുരം ഭാഗത്ത് നിന്ന് 6400 ടൈഡോൾ ടാബ്ലറ്റുകൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ 20 നൈട്രോസെപ്പാം ടാബ്ലറ്റുകളും കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇതൊരു മയക്കുമരുന്നായിട്ട് ഈ അടുത്ത കാലത്തായിട്ട് കൊല്ലം ജില്ലയിൽ ടൈഡോൾ ടാബ്ലറ്റ് വ്യാപകമായി ഉപയോഗിച്ച് വരുന്നതായിട്ട് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ഉണ്ട്. ഞങ്ങളുടെ ഹോട്ട്സ്പോട്ടുകളുണ്ട്. ആ ഹോട്ട്സ്പോട്ടുകളിൽ നിന്ന് കളക്ട് ചെയ്ത ഇൻഫർമേഷന്റെ ബേസിസിലാണ് ഇങ്ങനെ കേസുകൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഈ ടാബ്ലറ്റ് ഒരു ദിവസം ഒരു ടാബ്ലറ്റിന് 300 രൂപ വരെ ഇവര് ഈടാക്കുന്നുണ്ട്. ഇത് ഹോൾസെയിൽ ആയിട്ട് 15 ലക്ഷം, അത് റീറ്റെയിൽ ആയിട്ട് 25 ലക്ഷം രൂപയാണ് ഈടാക്കുന്നത്. അങ്ങനെ ഈ അടുത്ത കാലത്തായിട്ട് വൻതോതിൽ ടൈഡോൾ ടാബ്ലറ്റുകൾ വ്യാപകമായി ഇവിടെ കച്ചവടം നടത്തുന്നതായിട്ട് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ, ഞങ്ങളുടെ ഇന്റലിജൻസ് നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആണ്. നമ്മുടെ കേരളത്തിൽ നിന്നല്ല ഇത് വരുന്നതെന്നാണ് ആദ്യം മനസ്സിലാക്കിയത്. ഇത് ബോംബെയിൽ നിന്ന്, ഇതിന്റെ ഹോൾസെയിലായിട്ട് ബോംബെയിൽ നിന്ന് കൊണ്ടുവരികയും ഇതിന്റെ ഇടയിൽ ഇടനിലക്കാർ ഒരുപാട് പ്രവർത്തിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ എക്സൈസ് ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി മയക്കുമരുന്നിനെതിരായിട്ട് വൻ വേട്ട തന്നെ നടത്തുന്നതായിരിക്കും. ഡോക്ടറുടെ കുറിപ്പടിയോടുകൂടി മാത്രം ലഭിക്കുന്ന വേദനാ സംഹാരി ഗുളികകളാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെത്തിച്ച് ലഹരി മരുന്നിന് പകരമായി ഉപയോഗിച്ചു വരുന്നത്. ഗുളികകൾ വെള്ളത്തിൽ ചാലിച്ച് സിറിഞ്ച് ഉപയോഗിച്ച് ശരീരത്തിലേക്ക് കടത്തിവിടും. മദ്യത്തിനും മയക്കുമരുന്നിനൊപ്പവും ഉപയോഗിക്കുകയും ചെയ്യും. പിടിയിലായ പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും.